അടുത്ത ആഴ്ച നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ആദ്യമായി വന്നിരിക്കുന്നത് ഹെർമിറ്റ് കാർഡാണ്. അടുത്ത ആഴ്ച കുറച്ച് നിങ്ങൾ അല്പനേരം അവനവന് വേണ്ടി ചെലവഴിക്കുക. കുറച്ച് നേരം ശാന്തമായിരുന്ന് ഒരു ആത്മവിചിന്തനം നടത്തേണ്ട സമയമാണ്. പലർക്കും ഒരു സ്പിരിച്വൽ കണക്ഷൻ കൂടി അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒറ്റയ്ക്കായി പോയാൽ നിങ്ങൾ ലോൺലിനെസ് ആയിട്ടല്ല അത് എടുക്കേണ്ടത്. നിങ്ങൾക്ക് അത് ഡിവൈനിനോട് കണക്ട് ചെയ്യാനുള്ള ഒരു അവസരമായി കണക്കാക്കണം. അല്ലാത്തവർ സ്പിരിച്വൽ ലെവലിലോട്ട് അത്ര പോകാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ അല്പനേരം ഒറ്റയ്ക്കിരുന്ന് ഒന്ന് മാനസികമായി ഒരു റെസ്റ്റ് എടുക്കുക. എല്ലാ എന്താ പറയുക, മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഒന്ന് ശാന്തമായി ഒന്ന് ചില സമയം ചെലവഴിക്കുന്നത് നല്ലതാണ് എന്നാണ് ഏറ്റവും ആദ്യത്തെ ഗൈഡൻസ്. രണ്ടാമത്തേത് 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഒരു പക്ഷേ പലർക്കും പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടായിരിക്കാം. ചിലർ പല കാര്യങ്ങൾ, ഒരുപാട് ടാസ്കുകൾ ഒരുമിച്ച് ഏറ്റെടുത്ത് എല്ലാം കൂടി ചെയ്യാൻ പറ്റാതെ ഒരു കൺഫ്യൂഷനിലായ ഒരു എനർജി ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ പ്രയോറിറ്റി കൊടുക്കണം. ഒരുപാട് ടാസ്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അതിലേതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ടത്, അങ്ങനെ പ്രയോറിറ്റി കൊടുത്ത് അങ്ങനെ ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. പിന്നെ കൺഫ്യൂഷനിലായവർക്ക് അല്പനേരം ഒന്ന് ചിന്തിച്ച്, അതിനാദ്യത്തെ ഹെർമിറ്റ് കാർഡ് വന്നത് തന്നെ അതാണ്. അല്പം ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളത് ഒരു ഗൈഡൻസ് കിട്ടും. പക്ഷേ എന്ത് തിരഞ്ഞെടുക്കുമ്പോഴും നല്ലോണം ചിന്തിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. കാരണം ചിലതിൽ കണ്ടില്ലേ, ചിലതിൽ പാമ്പാണ്, ചില എന്താണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇപ്പോൾ ഇല്ല. പക്ഷേ അത് നിങ്ങൾക്ക് വരും. അപ്പോൾ അതിനനുസരിച്ച് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രോഗ്രസ് ഉണ്ടാവും. അടുത്തത് പേജ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഒരുപാട് പഠിക്കാനും മുന്നോട്ട് പോകാനും ഒരു സമയം കണ്ടെത്തുന്ന ഒരു എനർജി ലഭിക്കുന്നുണ്ട്. പുതിയ എന്തോ കാര്യങ്ങൾ തുടങ്ങാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്. അതിനു വേണ്ടിയുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾ ആർജിക്കുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങൾക്ക് അതിന് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും ലഭിക്കും. ധൈര്യമായി മുന്നോട്ട് പോവുക. അടുത്ത ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങൾ സാമ്പത്തികമായി നിങ്ങൾക്ക് നല്ല ആഴ്ചയായിരിക്കും. നിങ്ങൾ സെൽഫ് സഫിഷ്യൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് അത്യാവശ്യം ആവശ്യങ്ങൾക്ക് വേണ്ട പണം നിങ്ങളിലേക്ക് ലഭിക്കും. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ കുറച്ചൊരു നർച്ചറിങ് ആണ്. പ്രകൃതിയായിട്ട് കൂടുതൽ കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പൊതുവെ നിങ്ങൾ സെൽഫ് കെയർ കൊടുക്കണം. വളരെ പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഗൈഡൻസ് ആണ് ലഭിക്കുന്നത്. ബോട്ടം എനർജി വന്നിരിക്കുന്നത് 8 ഓഫ് വാൻഡ്സ് ആണ്. മൊത്തത്തിൽ നിങ്ങൾക്കൊരു പ്രോഗ്രസിൻ്റെ സമയമാണ്. അടുത്ത ആഴ്ച അവസാനത്തോട് കൂടിയിട്ട് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നല്ലൊരു പ്രോഗ്രസ് ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കരിയറിലായാലും റിലേഷൻഷിപ്പിലായാലും എല്ലാ കാര്യത്തിലും.